ആഹാര സാധനങ്ങളിൽ പലവിധ മായം ചേർക്കലുകളുണ്ട് എന്നും അവ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്നും ഒരു മുൻ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. ഈ സമീപകാലത്തായിട്ട് വരുന്ന ഒരു രൂക്ഷമായ പ്രശ്നമാണ് വെളിച്ചെണ്ണയിലെ മലിനീകരണം, വെളിച്ചെണ്ണയിലെ മായം ചേർക്കൽ. ഇന്ന് ചില അന്യ സംസ്ഥാനങ്ങളിൽ പാഴായി പോകുന്ന എഞ്ചിൻ ഓയിലുകളെ പോലും സംഭരിച്ച് പ്രോസസ്സ് ചെയ്ത് എന്തൊക്കെ സാധനങ്ങൾ ചേർത്ത് വെളിച്ചെണ്ണയുടെ നിറവും മണവും വരുത്തി ഒറിജിനൽ വെളിച്ചെണ്ണയുടെ പകുതി വിലയ്ക്ക് മാർക്കറ്റിൽ അവർ വിൽക്കുന്നുമുണ്ട്. നമ്മൾ മണപ്പിച്ച് നോക്കിയാൽ വെളിച്ചെണ്ണയുടെ അതേ മണമുണ്ട്, കണ്ടാൽ വെളിച്ചെണ്ണയുടെ അതേ നിറമുണ്ട്. തിരിച്ചറിയാനൊന്നും അത്ര എളുപ്പമല്ലാത്ത രീതിയിലാണ് അവരിന്ന് മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണക്കാരായ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമാകുന്ന ഒരു രീതിയാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് വെളിച്ചെണ്ണ, ഞാൻ മനഃപൂർവ്വം അല്പം മായം ചേർത്ത വെളിച്ചെണ്ണയാണിത്, അറിഞ്ഞുകൊണ്ട് മായം ചേർത്ത വെളിച്ചെണ്ണ. ഇതിൽ ഞാനൊരു ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വാങ്ങിച്ചത് ഇതിലൊഴിക്കുന്നു. ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഈ പാത്രത്തിലെടുത്തത്. ഇതിൽ ഞാനായിട്ട് മായം ചേർത്ത വെളിച്ചെണ്ണയുണ്ട്. ഇതിപ്പോൾ രണ്ടും അടുത്ത് കാണുന്നത് കൊണ്ട് ചെറിയ നിറവ്യത്യാസം നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരു കടയിൽ നിന്ന് ഒരു കുപ്പി വെളിച്ചെണ്ണ മാത്രം വരുമ്പോൾ ഇങ്ങനെ ഒറ്റ കുപ്പിയിൽ നിറം കാണുമ്പോൾ അത് കൂടുതലോ കുറവാണോ എന്നൊന്നും തിരിച്ചറിയാൻ അത്ര എളുപ്പമല്ല തന്നെ. ഇനി തിരിച്ചറിയേണ്ട രീതി, ഇത് രണ്ടും ഞാൻ കൊണ്ട് ഒരു റെഫ്രിജറേറ്റർ തുറന്ന് റെഫ്രിജറേറ്ററിൻ്റെ അടിയിലത്തെ തട്ടിൽ വയ്ക്കുകയാണ്. എന്നിട്ട് ഏകദേശം ഒരു 40 മിനിറ്റോ അതിൽ കൂടുതലോ കഴിഞ്ഞിട്ട് പുറത്തെടുത്ത് നമുക്ക് നിരീക്ഷിക്കാം. ഞാനിപ്പോൾ റെഫ്രിജറേറ്റർ തുറന്ന് അതിൻ്റെ അടിത്തട്ടിൽ, ഫ്രീസറിലല്ല വയ്ക്കുന്നത്, അടിത്തട്ടിൽ വയ്ക്കുകയാണ്. ഏറ്റവും അടി വേണമെന്നില്ല, ഇത് ഇവിടെ വയ്ക്കുന്നു. ഇനി റെഫ്രിജറേറ്റർ ഞാനങ്ങ് അടയ്ക്കുകയാണ്. ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് ഇത് നമുക്ക് തുറന്ന് നോക്കാം. അതുവരെ കാത്തിരിക്കും. ഞാനായിട്ട് മായം ചേർത്ത വെളിച്ചെണ്ണ, പിന്നെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ രണ്ടും 2 കൊച്ചു കിണ്ണങ്ങളിലാക്കി ഞാൻ വച്ചത് കണ്ടല്ലോ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കൂടുതലായി. ഇനി ഞാൻ റെഫ്രിജറേറ്റർ തുറന്ന് അവ പുറത്തെടുക്കുകയാണ്. നോക്കൂ, ചക്കിലാട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് വലതയിലിരിക്കുന്നത്. അത് നല്ല പാല് പോലെ വെളുത്ത നിറത്തിൽ നല്ലവണ്ണം ഉറഞ്ഞിരിക്കുന്നു. നല്ല വെളുത്ത നിറമുണ്ടല്ലേ. ഇത് ഞാനായിട്ട് മാലിന്യം ചേർത്ത വെളിച്ചെണ്ണയാണ്. ഞാൻ വെളിച്ചെണ്ണയും സസ്യ എണ്ണയും കൂടെ മിക്സ് ചെയ്തെടുത്തതാണത്. അത് മായം ചേർക്കാൻ വേണ്ടി, പരീക്ഷണത്തിന് വേണ്ടി മിക്സ് ചെയ്തത്. രണ്ടും തുല്യ സമയം ആണ്, ഏകദേശം തുല്യ അളവാണ് റെഫ്രിജറേറ്ററിൽ വെച്ചിരുന്നത്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ നല്ല വെളുവെളാന്ന് കട്ടിയായിട്ടിരിക്കുന്നു. കമഴ്ത്തിയപ്പോൾ വെളിയിൽ പോകുന്നില്ല. എന്നാൽ മായം ചേർത്ത വെളിച്ചെണ്ണ ഇപ്പോഴും ദ്രാവകം തന്നെയാണ്, കട്ടിയായിട്ടില്ല. ഈ പാല് പോലത്തെ വെളുത്ത നിറം വന്നിട്ടില്ല. പിന്നെ ബ്രാൻഡഡ് വെളിച്ചെണ്ണ ഉൾപ്പെടെ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആദ്യം ഒരു ചെറിയ സാമ്പിൾ കുപ്പി, ഏറ്റവും ചെറുത് ആദ്യം വാങ്ങുക. അത് ഇതുപോലെ റെഫ്രിജറേറ്ററിൻ്റെ അടിത്തട്ടിൽ കൊണ്ടുവച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് ഇതുപോലെ നോക്കുമ്പോൾ പാല് പോലെ വെളുത്തുറഞ്ഞതായിട്ട് കണ്ടുവെങ്കിൽ ആ ബ്രാൻഡ് വീണ്ടും വാങ്ങിക്കോളൂ. എന്നാൽ ഇതുപോലെ അവസ്ഥയിലാണ് കാണുന്നതെങ്കിൽ ആ ബ്രാൻഡ് നിങ്ങൾ വാങ്ങാതിരിക്കുകയും ആ ബ്രാൻഡ് മോശമാണെന്ന് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുക. അത് നിങ്ങളുടെ കർത്തവ്യം കൂടിയാണ്. നമ്മളെ പറ്റിക്കുന്നവരെ നമുക്ക് തിരിച്ചും പറ്റിക്കാം. ഇതിപ്പോൾ ഞാൻ ബ്രാൻഡ് പറയാത്ത കാരണം ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ഞാനായിട്ട് തേങ്ങ ഉണക്കി കൊപ്ര ഉണ്ടാക്കി ചക്കിൽ കൊടുത്ത് ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. പരീക്ഷണത്തിന് വേണ്ടി ഞാൻ അല്പം മാലിന്യമായിട്ട് സസ്യ എണ്ണ അവിടെ ചേർത്തതാണത്. ഇതിന് എനിക്കൊന്നിനും കൊള്ളില്ല. അപ്പോൾ ഈ തരത്തിൽ വേണം നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടത്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിയുന്നതും കയ്യിൽ കാശുണ്ടെങ്കിൽ ഒരു എയർ ഫ്രയർ വാങ്ങി വയ്ക്കൂ. അതിലാകുമ്പോൾ ഇതുപോലെ എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട സാധനങ്ങൾ അതിനകത്തോട്ടൊരല്പം എണ്ണ പുരട്ടി വെച്ചൊന്ന് ചൂടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇത്രത്തെ പപ്പടം പോലും എണ്ണ ചേർക്കാതെ നിങ്ങൾക്ക് പൊള്ളിച്ചെടുക്കാം അതിനകത്ത് വെച്ച്.
അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ എണ്ണയുടെ അളവ് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും, നിങ്ങൾക്കത് ഗുണകരമാവുകയും ചെയ്യും. അങ്ങനെയും ചെയ്തോളൂ. അങ്ങനെയും എണ്ണയുടെ ഉപയോഗം ഒന്ന് കുറയ്ക്കൂ. ശുദ്ധമായ എണ്ണ ആയാൽ പോലും ഒരുപാട് എണ്ണ അകത്ത് പോകണം നല്ലതല്ല. അതുകൊണ്ട് എയർ ഫ്രയർ ഉപയോഗിച്ച് എണ്ണയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ വാങ്ങരുത്. കാരണം അത് ഇതുപോലെ മായം ചേർത്തതായിരിക്കും. ഇനി കൂടിയ വിലയ്ക്കുള്ളത് നല്ലതാണെന്ന് ഞാൻ ഉറപ്പ് തരുന്നില്ല. അത് മായം ചേർത്തതോ ശുദ്ധമോ ആവാം. പരീക്ഷിച്ചിട്ട് ആ നല്ല ബ്രാൻഡ് എന്ന് ഉറപ്പ് വരുത്തി അത് മാത്രം വാങ്ങും. ഓൾ ദി ബെസ്റ്റ്.